ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ആഫ്റ്റർ ലോങ് ഒരു വ്ളോഗുമായിട്ട് വന്നേക്കാണ്. ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇന്ന് ഞാനൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഈ ഒരു സിമ്പിൾ വൈറ്റ് ഡ്രസ്സ് എടുത്തപ്പോൾ ഞാൻ ഓർത്തു ഇതിൽ ഞാൻ എങ്ങനെയാണ് സിമ്പിളായിട്ട് റെഡി ആവുന്നതെന്ന് ഒന്നൊരു വീഡിയോ എടുക്കാമെന്ന്. കാരണം ഞാൻ അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്ത് പുറത്ത് ഫംഗ്ഷൻസിനൊന്നും പോകുന്ന ആളല്ല. വളരെ സിമ്പിളായിട്ടാണ് പോകാറ്. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ അല്ലൂട്ട് ഉറങ്ങാണ്. അവൻ എണീക്കുന്നതിന് മുന്നേ നമുക്കിന്ന് ഈ വീഡിയോ എടുത്ത് കഴിയണം. അതാണ് ഇന്നത്തെ എൻ്റെ ടാസ്ക്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഇത് എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട്. ആഫ്റ്റർ ഡെലിവറി നല്ല ഡ്രൈ ആയിരുന്നു എൻ്റെ സ്കിൻ. സോ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണ് ബാക്ക് ടു നോർമലായിട്ട് വന്നത് സ്കിൻ. അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ആഫ്റ്റർ ഡെലിവറി എൻ്റെ ഹെയർ ഒട്ടും മാനേജബിൾ അല്ലായിരുന്നു. ഒരു സ്ട്രോങ് അല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ വീക്കായിട്ടുണ്ടായിരുന്നു. നല്ല ഹെയർ ഫോളും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ബാക്ക് ടു നോർമൽ ഹെയറിലേക്ക് എത്തിച്ചതെന്ന്. അതിന് എന്നെ ഹെൽപ്പ് ചെയ്തത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഷാംപൂ ആണ് ഗൈസ്. ഈ ഡോവിൻ്റെ ഹെയർ ഫോൾ റെസ്ക്യൂ ഷാംപൂ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെയർ കെയർ ഒക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഡോവിൻ്റെ ഹെയർ ഫോൾ റെസ്ക്യൂ ഷാംപൂ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ ബയോ പ്രോട്ടീൻ കെയർ ആൻഡ് അമിനോ പ്രോട്ടീൻ ഇൻക്ലൂഡഡ് ആണ്, വിച്ച് ഗീവ്സ് യു 25x റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ഹെയർ ഫോൾ. ആൻഡ് നമ്മുടെ ഹെയറിന് ഒരു സ്ട്രെങ്ത് കിട്ടാനും നമ്മുടെ ഹെയർ ഒന്ന് സ്ട്രോങ് ആവാനും ഒന്ന് മാനേജബിൾ ആകാനും ഒക്കെ ഇതിൽ വരുന്ന ഫോമുല നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഹെയർ ഫോൾ റെസ്ക്യൂ ഷാമ്പൂ നമ്മുടെ ഹെയറിൽ വളരെ ലൈറ്റ് ആണ് കേട്ടോ. നമുക്ക് ഒട്ടും ഹെവിനെസ് ഫീൽ ചെയ്യത്തില്ല. കണ്ടീഷണർ ഞാൻ ലെങ്ത്തിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാറില്ല. സ്കാൽപ്പിൽ ഷാമ്പൂ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എനിവേസ് ഇപ്പം എൻ്റെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് മാനേജബിൾ ആണ്. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്മൂത്ത് ആൻഡ് ടെക്സ്ചറൊക്കെ ബാക്ക് ടു ഡെലിവറിക്ക് മുമ്പുള്ളതുപോലെ ആയിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഞാൻ ഹെവി സ്റ്റൈലിംഗ് ഒന്നും ചെയ്യാറില്ല. കൂടുതലും ഹെയറിനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടാനാണ് പതിവ്. കൂടുതലും എൻ്റെ അടുത്ത് പോസ്റ്റ്മോർട്ടം പീരീഡിലുള്ള അമ്മമാരാണ് എങ്ങനെയാണ് ഇപ്പോൾ ഹെയർ മാനേജ് ചെയ്യുന്നത് ചോദിച്ചത്. പക്ഷേ ആർക്ക് വേണമെങ്കിലും, ഹെയറിനോട് ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ലൊരു റിസൾട്ട് കിട്ടും. എനിക്ക് റിസൾട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്ക് ടു ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് വരാം. ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് ലിപ് ബാമും പൗഡർ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഐബ്രോസും കൂടി ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇനി നമുക്ക് ഒന്ന് കണ്ണ് എഴുതി കൊടുക്കാം. ഓക്കെ, ഞാൻ അകത്ത് എഴുതാം, പുറത്ത് എഴുതണോന്നാണ്. അകത്ത് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്യുന്നുണ്ട്. ഹല്ലൂട്ടനോടൊന്ന് കേട്ടോ, ചിരി കേൾക്കുന്നില്ലേ നിങ്ങൾ? പിന്നെ ഉണർന്നാലും ആളങ്ങനെ കരച്ചിലൊന്നുമില്ല. അപ്പം ഞാൻ കണ്ണ് അകത്തൊന്ന് ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഐലൈനർ വെച്ചിട്ട് മുകളിൽ മാത്രം ഒന്ന് അപ്പർ ഐലിഡിൽ മാത്രം ഒന്ന് എഴുതി കൊടുക്കാം. ഈ ഒരു ഐലൈനർ ഞാനിപ്പോൾ റീസെൻ്റ്ലി ആട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ബട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന, ഞാൻ പൊതുവേ ഇപ്പോൾ ഐലൈനർ എഴുതൽ തന്നെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എവിടേക്കും മുമ്പ് ജസ്റ്റ് ഉള്ളിൽ തന്നെ എഴുതിയിട്ട് ആ കൺമഷി കൊണ്ട് തന്നെ പുറമേ എഴുതിയിട്ടൊക്കെയാണ് പോകുന്നത്. എന്താ പറയുക, ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോഴേക്കും എൻ്റെ കംപ്ലീറ്റ് ഒരുക്കുന്ന രീതിയെ മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഇത് വെച്ചിട്ട് കണ്ണൊന്ന് എഴുതി കൊടുക്കാം. ലിപ്സ് മസ്കാര. ബാക്കിലും കണ്ണാടിയുണ്ട്, ഫ്രണ്ടിലും മിററുണ്ട് കേട്ടോ. അതാണ് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓടിയാണെന്ന് നോക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഒരു ഏരിയയിലൊന്നും അങ്ങനെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്ലോഡ് ചെയ്യൽ കുറവാണ്. അതിനു അല്ലൂട്ടൻ അവിടെ അച്ഛയായിട്ട് ഗുസ്തി പിടുത്താണ് കേട്ടോ. എൻ്റെ ദൈവമേ, അച്ഛയുടെ തലേ കയറി ഇരിക്കും അല്ലൂട്ടൻ. ഈ വയ്യ, രണ്ടും കൂടെ ഉണ്ടെങ്കിൽ സമയം പോകുന്ന അറിയത്തില്ല നമുക്ക്. ഓക്കെ, ഞാൻ മസ്കാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക്, അയ്യോ ഞാൻ ഐഷാഡോ ഇട്ടില്ല. ഐഷാഡോ ഇടായിരുന്നു ഇച്ചിരി. ഞാനൊരു നല്ല, ഇതിൻ്റെ ഈ ക്യാപ്പൊക്കെ പൊടിഞ്ഞു കേട്ടോ. ഇതല്ല ബ്രഷ്. ഈ ബ്രഷ് എവിടെ? ദിസ് ഇസ് ദ ബ്രഷ്. ഓക്കെ, ഞാനിത് ഈ ഒരു ഷെയ്ഡ് കണ്ടോ, ഇതാണ് എണ്ണ. ഇതാകുമ്പോൾ വലിയതായിട്ട് അറിയത്തില്ല കേട്ടോ. നമുക്ക് അറിയാനും പാടില്ല. എന്നാൽ ഇച്ചിരി ഒരു, എനിക്ക് ഫൗണ്ടേഷൻ ഇടുന്നതിനോട് എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ കേട്ടോ. ഞാൻ ഇടിപെട്ടാ ഭയങ്കര. എനിക്ക് ഫൗണ്ടേഷൻ ഇടുന്നതിനോട് എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. ഞാൻ ആകെ സീരിയലിന് വേണ്ടിയിട്ടാണ് ഫൗണ്ടേഷൻ അങ്ങനെ യൂസ് ചെയ്യാറ്. എനിക്ക് അല്ലാണ്ട് ഫൗണ്ടേഷൻ ഇടുന്നതിനോട് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് എന്തോ സ്കിന്ന് ഇങ്ങനെ ആവുന്ന പോലെ തോന്നും. എന്തോ അറിയില്ല. ഓക്കെ, ഞാനപ്പോൾ ലിപ് ബാം ഓൾറെഡി ഇട്ടത് ഞാൻ പറഞ്ഞല്ലോ. ഞാനിപ്പം ലിപ്സ്റ്റിക്കും കൂടെ ആകുമ്പോഴാണ്.
കുറേ എനിക്കൊന്നും വർഷങ്ങൾക്ക് മുന്നേ മുതലേ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തു. സീരിയലിൻ്റെ സമയത്ത് ഞാനിത് യൂസ് ചെയ്യൽ നിർത്തിയായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ബാക്ക് ചെയ്തിലേക്ക്. ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഈ പ്രോഡക്ട്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയേ, ഞാൻ ഡീറ്റെയിൽസൊക്കെ ഇടാം. ഓക്കെ. ഞാൻ ആക്ച്വലി ഒരു സ്റ്റോണിൻ്റെ പൊട്ടും തപ്പി പോയതാട്ടോ, അത് കാണുന്നില്ല. നമുക്കൊരു റെഡ് പൊട്ടിട്ടാലോ? ചേരൂ ഗൈസ്. കിട്ടി, നോക്കട്ടെ. സ്റ്റോൺ മാത്രമുള്ളത് കിട്ടിയില്ല. ഞാൻ അപ്പോൾ ഒരു പൊട്ടിയിൽ നിന്ന് ഒരു സ്റ്റോണ് പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അയ്യോ, ഓക്കെ അല്ലേ? കാണുന്നുണ്ടോ? അയ്യോ, അത് കയ്യിരിക്കുന്നു. അതിരിക്കുന്നില്ലല്ലോ. ഇത് ഒരു എന്തുവായിരുന്നു? ഹൈലൈറ്റർ. ഓക്കെ, കുറേ നാളായി ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട്. അപ്പോൾ ഹൈലൈറ്ററും കൂടെ നമുക്കൊന്നും, ഇതിൻ്റെയും ഇതൊടിഞ്ഞു, എല്ലാത്തിൻ്റെ അത് ഈ അടപ്പ് കണക്കാണ്. ഇത് ഏതൊരു കളർ? ഈ ഒരു കളർ നമുക്ക് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലൊക്കെ. നോസിൻ്റെ ഭയങ്കര ഹൈലൈറ്റിങ് ആണ് കേട്ടോ. കൂടിപ്പോയി. ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്താലോ? ഹൈലൈറ്റ് ഇച്ചിരി കൂടി പോയായിരുന്നു. ഞാനതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ റെഡ് പൊട്ട് തന്നെ തൊട്ടു, കാരണം എൻ്റെ ആ ഒരു സ്റ്റോൺ വരുന്ന പൊട്ട് ഇരിക്കുന്നില്ല. അതുകൊണ്ട് ഇനി നമുക്ക് ഹെയർ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തിടാം. ദാറ്റ്സ് ഇനഫ്. കാരണം ഹെയർ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ വെറുതെ ഇടാം. ഓക്കെ. സാധാരണ ഞാൻ സിന്ദൂരമൊക്കെ തൊടാറുണ്ട്, ഒന്ന് സിന്ദൂരമൊന്നും വേണ്ട. ഈ മാല മാറ്റാമായിരുന്നല്ലേ? വേണ്ട, സിന്ദൂരം ഇല്ല, മാല ഇല്ലാതായിപ്പോൾ. ഓക്കെ, അപ്പോൾ മാറ്റി വെക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, പക്ഷെ ഇത്രയൊക്കെ ഉള്ളൂ ശരിക്കും. ഞാൻ ഇങ്ങനെയാണ് റെഡിയായി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡ്രസ്സ് സിമ്പിളായിട്ടുള്ളൊരു വൈറ്റ് ഡ്രസ്സും സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ്. ഓക്കെ, മേക്കപ്പ് ഒന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഇനിമേ ഞാനിങ്ങനെയാണ് റെഡി ആവുന്നത്. നമ്മൾ ഇന്നൊരു ഫംഗ്ഷന് പോകാൻ പോയാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾ റെഡി ആവുന്നില്ലേ? വരൂ. മിണ്ടുന്നില്ല, വോയിസ് വരുമെന്ന്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇതാ ഇവിടെ ഗടം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആ ഒരു ഷാമ്പു, ഡോവിൻ്റെ ഹെയർ ഫോൾ റെസ്ക്യൂ ഷാമ്പു യൂസ് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.